ഇടുക്കി കുമളിയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാർക്ക് നേരെ ക്രൂരമർദ്ദനം. കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽക്കുന്നവർ യുവാവിനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അണക്കര മേൽവാഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റും ഗ്യാസ് കണക്ഷൻ നൽകുന്നതിനും മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾക്കുമായാണ് ജിസ്മോൻ സണ്ണിയും പ്രത്യക്ഷയും എത്തിയത്. പ്രദേശത്ത് കരിഞ്ചന്തയിൽ ഗാർഹിക ഗ്യാസ് വിൽപ്പന നടത്തുന്ന പാൽപ്പാണ്ടി മകൻ അശോകൻ മറ്റ് കണ്ടാൽ അറിയാവുന്ന 5 പേരും ചേർന്നാണ് ഗ്യാസ് ഏജൻസി ജീവനക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. മേൽവാഴ പ്രദേശത്ത് വ്യാപകമായി കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽക്കുന്ന ആളാണ് പാൽപ്പാണ്ടി എന്ന അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു. ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ജിസ്മോനെ തൂണിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. പ്രത്യക്ഷ എന്ന ജീവനക്കാരിയെ ചവിട്ടി നിലത്തിടുകയും ക്രൂരമായി മർദ്ദിച്ച് റോഡിൽ വലിച്ചിഴച്ചതായും ഇവരുടെ പരാതിയിൽ പറയുന്നു. അപ്പോൾ അവിടെ ഗ്യാസ് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു, ബ്ലാക്കിന് വിൽക്കുന്നുണ്ടായിരുന്നു, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ റേറ്റ് കുറച്ച് വിൽക്കുന്നു എന്ന് ചോദിച്ചതൊന്ന് പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാണ്. ആദ്യമേ ഒന്ന് അടിച്ചു, അപ്പോഴത്തേന് ഞാൻ താഴെ വീണു. പിന്നെ അവരുടെ ഭായിമാരെ വിളിച്ച് ഗുജറാത്ത് സ്റ്റൈൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവിടെ മേളിൽ കൊണ്ട് കെട്ടിയിട്ടു. പിന്നെ അവിടെ താഴെ കൂടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരെ മർദ്ദിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞ് അയച്ചു വിട്ടെ. സംഭവത്തിൽ പാൽപ്പാണ്ടിയെയും മകൻ അശോകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റ് 5 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. പരിക്കേറ്റ ജിസ്മോനും പ്രത്യക്ഷയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.